റേഷൻ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന 3-4 പുരുഷ കഥാപാത്രങ്ങൾ മാത്രം. അതിൽ തന്നെ ഒരു സ്ത്രീ കഥാപാത്രം, അതായത് ഒരു സ്ത്രീ കഥാപാത്രം ആകെ ഒരു 5 മിനിറ്റ് പോലും പലപ്പോഴായിട്ട് ആ സിനിമയിൽ പൂർണ്ണമായിട്ടും ഇല്ല. മാത്രമല്ല പുരുഷ കഥാപാത്രങ്ങൾക്കാവട്ടെ ഒരു ഉടുത്തിരിക്കുന്ന മുണ്ടല്ലാതെ മറ്റു തരത്തിലുള്ള യാതൊരുവിധ വസ്ത്രങ്ങളുമില്ല. അതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള വിസ്മയ കാഴ്ചകളുമില്ല. എന്നിട്ടും ഈ സിനിമ 50 കോടി ക്ലബ്ബ് പിന്നിട്ട് അതായത് 70 കോടി അല്ലെങ്കിൽ 75 കോടിയിലേക്ക് എത്തി എന്നുള്ളത്. അതുമാത്രമല്ല 2024 ഏറ്റവും മികച്ച നടൻ ഉൾപ്പെടെയുള്ള, ഏറ്റവും മികച്ച സംവിധായകനും ഏറ്റവും മികച്ച ചിത്രം ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യും. ഇത് നമ്മൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പൂർണ്ണമായിട്ട് ഒരു സിനിമ 2024 നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് ആ പ്രത്യേകത, ആ സിനിമ ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഭ്രമയുഗം, രാഹുൽ സദാശിവൻ മമ്മൂക്കയെ നായകനാക്കി ഒരുക്കിയ ഭ്രമയുഗം എന്ന ചിത്രത്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഇതുകൊണ്ടൊക്കെ തന്നെ ലണ്ടൻ ഫിലിം സ്കൂളിൽ ഈ സിനിമ ഒരു പഠന വിഷയമായി അവിടുത്തെ കുട്ടികൾക്ക്, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന വിഷയമാക്കിയവർ. കാര്യം ഇത്രയൊക്കെ അത്ഭുതങ്ങളുള്ള ഒരു സിനിമ, അതായത് കളർ സിനിമ വന്നതിന് ശേഷം കളർ സിനിമകളുടെ പിറകെ പോകുന്ന ഈ ലോകത്ത് ഇത്രയൊക്കെ വളരെ അത്ഭുതകരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു മലയാള സിനിമ, നമ്മൾ ഈ പറഞ്ഞ രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മലയാള സിനിമ, അത്തരത്തിലുള്ളൊരു മലയാള സിനിമ ഇപ്പോൾ ലണ്ടൻ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അത്ഭുതം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സിനിമയെന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം 2024 ഏറ്റവും മികച്ച ചിത്രത്തിൻ്റെ രീതിയിലേക്കും അല്ലെങ്കിൽ ഒരു 50 കോടി ക്ലബ്ബ് പിന്നിട്ട സിനിമകളുടെ കൂട്ടത്തിലേക്കും ഭ്രമയുഗം ഉണ്ടായിരുന്നു എന്നുള്ളത്. കാര്യം മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ്, അതായത് കൊടുമൺ പോറ്റി എന്നുള്ള ഒരു മമ്മൂക്കയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രത്തിനെയാണ് നമ്മൾ ആ സിനിമയ്ക്കകത്ത് കണ്ടത്. കാര്യം നമ്മൾ കുറേ കാലം കൊണ്ട് പറഞ്ഞു കേൾക്കുന്ന നെഗറ്റീവ് ടച്ചുള്ള മമ്മൂക്കയുടെ ഒരുപാട് കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം വരുമെന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ടച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ സാധിച്ച ഒരു കഥാപാത്രമാണ് ഭ്രമയുഗം സിനിമയ്ക്കകത്ത് കൊടുമൺ പോറ്റി എന്ന് പറയുന്നത്. കാര്യം ആ സിനിമ നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ സദാശിവൻ തന്നെ അത്തരത്തിലുള്ളൊരു സിനിമ ഒരുക്കുമ്പം അതൊരു പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയിരിക്കണമെന്ന് രാഹുൽ സദാശിവന് നിർബന്ധം ഉണ്ടായിരുന്നു. അത് മമ്മൂക്കയുടെ അടുത്ത് പറയുകയും അത്തരത്തിലുള്ള വിഷ്വൽസ് കുറച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം മമ്മൂക്കയെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഈ വാർത്തകളൊക്കെ നമ്മൾ മുന്നേ തന്നെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ മമ്മൂക്കയെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്താൻ രാഹുൽ സദാശിവൻ ആയതിൻ്റെ പുറത്താണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടത്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഭ്രമയുഗം അല്ലാതെ തിയേറ്ററുകളിൽ പോയി കണ്ട് ഒരു ഓർമ്മയില്ല. കാര്യം നമ്മളൊക്കെ സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് അതൊരു കളർ സിനിമയായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കളർ സിനിമകൾ കണ്ട ശീലിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സമയത്തേക്ക് ഒരു സിനിമ വീണ്ടും പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കാര്യം എനിക്ക് തോന്നുന്നു ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് പോലും, എനിക്കെന്ന് പറയുമ്പോൾ എനിക്കല്ല, നമുക്കെല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഒരു സിനിമ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് അത് ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഒരു ആസ്വാദനത്തിൻ്റെ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാണ് തിയേറ്ററുകൾ നിറഞ്ഞു കവിയുന്ന രീതിയിലേക്ക് ഭ്രമയുഗത്തിൻ്റെ പ്രേക്ഷകരെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു സിനിമ ഇപ്പോൾ ലണ്ടൻ ഫിലിം സ്കൂളിൽ അത് പ്രദർശിപ്പിക്കുമ്പം മമ്മൂക്ക എന്ന് പറയുന്ന നടനെ ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കുപരി അവർക്കെല്ലാം സുപരിചിതമാണെങ്കിൽ പോലും വീണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റൊരു അത്ഭുതകരമായിട്ടുള്ളൊരു പ്രകടനം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൂടെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ ലോക നിലവാരത്തിലേക്ക് ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.